പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമയത്ത് സ്വാഗത ഭാഷണത്തിൽ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വിശാലമായി ചർച്ച ചെയ്തതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വിശാലമായ പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ്. നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുവാനോ പാടുവാനോ പറഞ്ഞവസാനിപ്പിക്കുവാനോ പാടി അവസാനിപ്പിക്കുവാനോ ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. ഇത് ലോകം സംബന്ധിച്ച ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ലോകമിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അറ്റമില്ലാത്ത അനന്തമായി കിടക്കുന്ന പ്രവാചക ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഒരു ചർച്ച നടത്തേണ്ടത്. അത്തരമൊരു ചിന്താധാരയിലേക്ക് ക്ഷണിക്കുവാൻ ഈ അവസരം നമുക്ക് പ്രചോദനമേകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷവും ഇതേപോലുള്ള ഒരു പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള കടമകളും കടപ്പാടുകളും പറഞ്ഞറിയിക്കാൻ അവസാനിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളതാണ്. ഞങ്ങൾ ഇപ്പോഴും ഓർത്തു പോകുന്നു, ഇതിന്റെ സംഘാടകന്മാർ ഈ മഹലിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ എല്ലാ വീടുകളിലും ചെന്ന് സമ്മേളനത്തിന്റെ പരിപാടിയുടെ സന്ദേശവുമായി ചെന്നപ്പോൾ സ്നേഹോജ്വലമായ സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും ഈ സമയത്ത് പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ പരിപാടിയുമായി സഹകരിച്ച ഗൾഫിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അവരെ ഒരിക്കലും തന്നെ നമുക്ക് അനുസ്മരിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ സമാപന ഘട്ടത്തിൽ ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തോടുകൂടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ 1-2 സ്ഥാനം നേടിയവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു.